അപ്പോൾ അടുത്ത സൂത്രം ഇതിൻ്റെ തുടർച്ചയാണ്. അപജയമനുശീലയ എന്ന് പറയുന്നതിൻ്റെ തുടർച്ചയാണ് അടുത്ത സൂത്രം. പരം ചിന്തയ മനസ്സി വാചി കർമ്മണി പരഗണനാ കർത്തവ്യം. പരം ചിന്തയ, പരം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ, അന്യനെക്കുറിച്ച്. അന്യനെന്ന് പറഞ്ഞാൽ നമ്മളുമായി ബന്ധമില്ലാത്തവനെന്നുള്ള അർത്ഥത്തിലല്ല, നമുക്ക് പുറത്തുള്ളവർ, മറ്റുള്ളവർ, അവരെക്കുറിച്ച് ചിന്തിക്കണം. മനസ്സുകൊണ്ടും വാചി വാക്കുകൊണ്ടും കർമ്മണി കർമ്മം കൊണ്ടും പരഗണനാ കർത്തവ്യം, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കണം, മറ്റുള്ളവരെ പരിഗണിക്കണം. ഇതൊക്കെ യാതൊരു പ്രായോഗികതയും ഇല്ലാതെ പറയുന്നതാണെന്ന് ഒരുപക്ഷെ നിങ്ങൾ ധരിച്ചിട്ടുണ്ടാവും. അങ്ങനെയല്ല. ഇതൊക്കെ ഋഷീശ്വരന്മാർ വളരെ ആലോചിച്ചെടുത്ത സൂത്രങ്ങളാണ്, എഴുതിയ സൂത്രങ്ങളാണ്. ഇതൊക്കെ ജീവിതത്തിൻ്റെ വിജയത്തിനും സമാധാനത്തിനും ശാന്തിക്കും ഉതകുന്നവയാണ്. ഇതിനു മുമ്പ് പലതവണയായിട്ട് പലയിടത്തായിട്ട് ക്ലാസ്സുകൾ എടുത്ത സമയത്ത് ആൾക്കാർ വന്ന് പറയുകയുണ്ടായി, ഈ സൂത്രങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ശിക്ഷണങ്ങൾ നമുക്കുണ്ടായിരുന്നോ? ഇതൊന്നും ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. നമ്മളൊരു മതപ്രസംഗം കേൾക്കാൻ പോയാൽ നമ്മുടെ സന്യാസിമാരും നമ്മുടെ പ്രഭാഷകന്മാരും മുഴുവൻ പറയുന്നത് അദ്വൈതമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ മായയാണ്, ആത്മാവ് തന്നെയാണ് പരബ്രഹ്മം എന്ന് പറഞ്ഞ് പറയുക. അത് തന്നെ ഇങ്ങനെ ഓരോ വിധത്തിൽ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട ശിക്ഷണങ്ങളൊന്നും അവർ തരുന്നില്ലല്ലോ. അപ്പോൾ ഋഷീശ്വരന്മാർ നമ്മുടെ പ്രായോഗിക ജീവിതവുമായി ബന്ധമുള്ളതൊന്നും പറഞ്ഞിട്ടില്ലേ എന്ന് പലരും സംശയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഗൃഹസ്ഥൻ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ബ്രഹ്മചാരി, എങ്ങനെയാണ് വാനപ്രസ്ഥി, എങ്ങനെയാണ് സന്യാസി, ഇതെല്ലാം ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് വാസ്തവത്തിൽ അറിയേണ്ടത്. അല്ലാതെ ബ്രഹ്മത്തെ പ്രാപിക്കുന്ന വഴികൾ അത് പിന്നീടാണ്. അത് വേണ്ടെന്നല്ല. പക്ഷേ ബ്രഹ്മമാണ്, അദ്വൈതമാണ്, ദ്വൈതമാണ്, ത്രൈതമാണ് എന്നൊക്കെയുള്ള സിദ്ധാന്തങ്ങൾ ആവർത്തിക്കുന്നതിന് പകരം പ്രായോഗിക ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും മനസ്സിലാക്കേണ്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് വിട്ടുകൊടുക്കുക എന്ന് നമ്മൾ കഴിഞ്ഞ സൂത്രത്തിൽ മനസ്സിലാക്കിയത്. അതിൻ്റെ ബാക്കിയായി ആചാര്യൻ പറയുക, പരം ചിന്തയ, നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾ വീട്ടിൽ തന്നെ ഇപ്പോൾ എനിക്ക് ഇഡ്ഡലി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കഴിക്കൂ, ഇല്ല ഞാൻ കഴിക്കില്ല എന്ന് ശഠിക്കരുത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇഡ്ഡലി ഉണ്ടാക്കുന്നവർക്ക് എന്തെങ്കിലും ക്ലേശം വരുമോ എന്ന് ചിന്തിക്കണം. അതിനാണ് പരം ചിന്തയ, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ഒരാവശ്യം വരുമ്പോൾ നിങ്ങൾ സ്വയം ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല, മറ്റൊരാളിൻ്റെ ആവശ്യം അതിനകത്ത് വരുമെങ്കിൽ ഉടൻ ചിന്തിക്കണം, എൻ്റെ ഈ തീരുമാനം മറ്റാർക്കെങ്കിലും ക്ലേശമോ ദുഃഖമോ ഉണ്ടാക്കുമോ എന്ന് ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ടേസ്റ്റിനെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഒന്ന് ഒഴിവാക്കുകയോ അതിനെ കുറയ്ക്കുകയോ ചെയ്യണം. ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്, എനിക്ക് ഇഡ്ഡലി തന്നെ വേണമെന്ന് നിഷ്കർഷം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ വേറൊരാൾ പറയും, എനിക്ക് ദോശ മതി, എനിക്ക് പുട്ട് മതി, എനിക്ക് ചപ്പാത്തി മതി. ഇങ്ങനെയൊക്കെ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതുണ്ടാക്കുന്നവരുടെ ഗതി എന്തായിരിക്കും? അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചെയ്യേണ്ടത്, ഉണ്ടാക്കുന്നയാളിന് ഏറ്റവും ക്ലേശമില്ലാതെ എന്താണോ ഉണ്ടാക്കാൻ പറ്റുന്നത് അതുണ്ടാക്കിക്കോളൂ, ഞാനത് കഴിച്ചോളാം എന്ന് പറയുക. അപ്പോൾ കുഴപ്പമില്ല. നിങ്ങൾ ബസ്സിൽ കയറുന്ന സമയത്ത് എനിക്കിരിക്കണം, എനിക്ക് മികച്ച സീറ്റ് കിട്ടണം എന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. എല്ലാവരും അങ്ങനെയായി ചിന്തിക്കുക. അതുകൊണ്ട് സൈഡിലെ ഒരു പ്രധാനപ്പെട്ട സീറ്റ് ഉണ്ടെങ്കിൽ അതിനെല്ലാവരും കയറി കടിപിടി കൂടും, അത് കിട്ടണമെന്ന് മോഹിക്കും. അതിന് പകരം നമ്മളെല്ലാം ബന്ധുക്കളാണെന്നും എല്ലാം പരസ്പരം ആശ്രയിച്ച് നിലകൊള്ളേണ്ടവരാണെന്നും ഒരു ബോധമുണ്ടായാൽ താങ്കൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും, വിട്ടുകൊടുക്കാൻ പറ്റും. വിട്ടുകൊടുത്താൽ വളരെ സമാധാനം നമ്മുടെ മനസ്സിലുണ്ടാകും. നമ്മൾ വിട്ടുകൊടുത്തതാണല്ലോ. അതല്ല, എനിക്ക് ജയിച്ചേ പറ്റൂ എന്ന് ചിന്ത വരുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിന് ക്ലേശങ്ങളുണ്ടാവുക. ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അത് നീറ്റലായിട്ട് കിടക്കും. നേരെമറിച്ച് ജീവിതകാലത്തിൽ നേരത്തെ തന്നെ തോറ്റുകൊടുത്ത് ശീലിച്ചാൽ നിങ്ങൾക്കൊരു ടെൻഷനും ഉണ്ടാവില്ല. നീ കൊണ്ടുവയ്ക്കോ, ഞാനിത് കൊണ്ടുവയ്ക്കോ, ഞാനിത് അങ്ങോട്ട് വരുന്നുണ്ട്, വന്നോളൂ, ഞാൻ വരുന്നില്ല, വരണ്ട, അങ്ങനെ വിട്ടുകൊടുക്കാൻ പഠിക്കുക. നമുക്കൊരു മർക്കടമുഷ്ടിയില്ല. ഞാൻ നാളെ 10 മണിയാകുമ്പോൾ അങ്ങോട്ട് വരും, അവിടെ കാണണം, ഓക്കെ ശരി. അപ്പോൾ പെട്ടെന്ന് നമ്മളോട് വിളിച്ച് പറയും, ഞാൻ നാളെ 10 മണിക്ക് വരുന്നില്ല, ശരി ഓക്കെ വരണ്ട. ഈ രണ്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. പരഗണനാ കർത്തവ്യം, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ എന്ത് പറയുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും
നമ്മൾ ഈ വാക്ക് പറഞ്ഞാൽ മറ്റവർക്ക് എന്ത് തോന്നും, ഇത് കേൾക്കുന്നവർക്ക് എന്ത് തോന്നും എന്ന് ചിന്തിക്കണം. ഇത് മഹാഭാരതത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ഭാഗമുണ്ട്. അതിനകത്ത് നിങ്ങൾ മറ്റുള്ളവരോട് ആത്മഹിതമായത് മാത്രമേ മറ്റുള്ളവരോട് നിങ്ങൾ ആചരിക്കാവൂ എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങളോടൊരു വാക്ക് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാം. ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടത് അത് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർക്കെന്ത് തോന്നും, നിങ്ങൾക്കെന്ത് തോന്നും അത് തന്നെയായിരിക്കും അവർക്കും തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പറയരുത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഋഷീശ്വരന്മാരുടെ നിർദ്ദേശമെന്ന് പറയുന്നത് പ്രായോഗികമായി നമ്മൾ ജീവിതത്തിൽ എങ്ങനെ സമാധാനം നിറയ്ക്കാൻ പറ്റുമെന്നുള്ളത്. നമുക്ക് ഇതുകൊണ്ട് നമ്മൾ താണുപോവുകയല്ല ചെയ്യുക, ഇതുകൊണ്ട് നമ്മുടെ ഉദ്ദേശങ്ങളിൽ നിന്ന് നമ്മൾ മോശമാവുകയോ നമുക്ക് കിട്ടേണ്ട നേട്ടങ്ങൾ കിട്ടാതിരിക്കുകയോ ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് കിട്ടാനുള്ള നേട്ടങ്ങളിൽ ചെയ്യേണ്ടത് നിങ്ങൾ മറ്റൊരാളിനെ വെട്ടിയിട്ട് വിജയം കൊയ്യണമെന്ന് വിചാരിക്കരുത്. അതിനു പകരം നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുക, അത്ര ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കതിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്കത് വരും. അപ്പോൾ ഈ യോഗ്യത എന്ന് പറയുന്നത് 2-3 കാര്യങ്ങളാണ്. ജന്മാന്തരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കെന്താണോ തലയിൽ വരച്ചിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ തലയിൽ വരച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടിയെന്നില്ല. ഇതെല്ലാം ഓരോ കർമ്മബന്ധങ്ങളാണ്. എന്തിനാണ് നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് ഈശ്വരൻ്റെ ഇച്ഛയ്ക്ക് വിട്ടുകൊടുക്കുക. അവിടുത്തെ ഇച്ഛ എന്താണോ അത് നടക്കട്ടെ, ഓക്കെ, ഞാനതങ്ങ് സ്വീകരിക്കും. അങ്ങനെ അതിനെയാണ് തോറ്റു കൊടുക്കുക എന്ന് പറയുന്നത്. അപജയമനുശീലയാണ്. നമ്മൾ ഈശ്വരൻ്റെ ഇച്ഛയ്ക്ക് വിട്ടുകൊടുക്കുക, മറ്റൊരാളിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ദാമ്പത്യങ്ങളിൽ പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്. ഭർത്താവിന് താൻ പറയുന്നത് നടക്കണം, ഭാര്യയ്ക്ക് താൻ പറയുന്നത് നടക്കണം, കുട്ടികൾക്കാണെങ്കിലോ അവർ പറയുന്നത് നടക്കണം. ഇങ്ങനെ തുടങ്ങിയാൽ ചുറ്റിപ്പോകും. അപ്പോൾ നമ്മൾ വിട്ടുകൊടുത്ത് ശീലിക്കണം. അങ്ങനെയാണോ? ശരി, അങ്ങനെ ആയിക്കൊള്ളട്ടെ. അപ്പോൾ നമ്മൾ ഓരോ തീരുമാനമെടുക്കുമ്പോഴും ഓരോ ചിന്ത വരുമ്പോഴും മറ്റുള്ളവരെ പരിഗണിക്കണം. എൻ്റെ ഈ ആഗ്രഹം, എൻ്റെ ഈ ചിന്ത, എൻ്റെ ഈ വാക്ക്, എൻ്റെ ഈ പ്രവൃത്തി ഇത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കും എന്ന് ചിന്തിക്കണം. അതിന് ശേഷമേ അത് ചെയ്യാവൂ. പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ സമീക്ഷാസൂത്രങ്ങൾ, നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സൂത്രങ്ങൾ എവിടെയെങ്കിലും കിട്ടുമോ? ഇത് നോർത്ത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഞാൻ നോർത്ത് ഇന്ത്യയിലെ ഒരു ആശ്രമത്തിൽ താമസിച്ചാണ് അധ്യാത്മശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നത്. അപ്പോൾ ഇത് എല്ലായിടത്തും കാണുമല്ലോ എന്ന് കരുതി ഞങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് ഇതെല്ലായിടത്തും കാണും എന്നാണ് ഞാൻ ആദ്യം ധരിച്ചത്. പക്ഷേ കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് അങ്ങനെ വലുത് കാര്യമായിട്ട് ആരുടെയും കയ്യിലില്ല, ഇത് കേരളത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇത് കുറേയധികം കേരളം അങ്ങോളം ഇങ്ങോളം നീളുന്ന പല സ്ഥലങ്ങളിലായി പല ക്ലാസ്സുകളിലായി ഇതിങ്ങനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ പ്രായം വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതൊരു അവൈലബിളായി, അതായത് ആഗ്രഹമുള്ളവർക്ക് എപ്പോഴും കിട്ടത്തക്ക രീതിയിൽ കിടക്കട്ടെ എന്ന് കരുതിയാണ് ഇപ്പോൾ ശ്രീ വിനോദ് കാട്ടൂക്കര ഇത് രേഖപ്പെടുത്തി നിങ്ങൾക്ക് നൽകുന്നത്. അത് എങ്ങനെ കിടക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോവില്ലല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ ഇത് അധികം താമസിയാതെ പ്രിൻ്റ് ചെയ്ത് വരും. അത് ഇതെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. അത് പുസ്തക രൂപത്തിൽ താമസിയാതെ തന്നെ വരും. അതാരാണ് പബ്ലിഷ് ചെയ്യുന്നതെന്നുള്ളത് ഇത് ഈ ചാനലിൽ കൂടെ തന്നെ പിന്നീട് അറിയിക്കുന്നതാണ്.